റിമി ടോമിയും ഭാവനയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടായിരുന്നു. ഭാവനയ്ക്ക് സിനിമയിൽ ഒത്തിരി ശത്രുക്കളുണ്ട് എന്നാണ് പറയുന്നത്. ദിലീപ്, കാവ്യ, മാധവൻ, റിമി ടോമി ഇങ്ങനെ ചിലരുടെ പേര് ഇടയ്ക്കിടെ പറഞ്ഞു കേൾക്കാറുണ്ട്. അറുത്തുമാറ്റുന്ന തരത്തിലുള്ള ശത്രുതയൊന്നും ഭാവനയുമായി ഉണ്ടായിട്ടില്ല എന്നും എന്നാൽ തുടക്കത്തിലുണ്ടായിരുന്ന സൗഹൃദം പിന്നീട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നും റിമി ടോമി പറയുന്നു. എല്ലാവരുമായി പെട്ടെന്ന് സൗഹൃദത്തിലാകുന്ന പ്രകൃതക്കാരിയാണ് റിമി ടോമി. ഇങ്ങോട്ട് മിണ്ടാത്തവരെ അങ്ങോട്ട് പോയി മിണ്ടിക്കും. എന്നാൽ ഈ സ്വഭാവം കൊണ്ട് തിരിച്ചടി കിട്ടിയതോടെ റിമി സുഹൃത്തുക്കളുടെ എണ്ണം കുറച്ചു. ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകുന്നത് ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും ഇപ്പോൾ സുഹൃത്തുക്കൾ കുറവാണ് എന്നും റിമി പറയുന്നു. റിമിയുടെ ഉറ്റ സുഹൃത്തുക്കളിൽ ചിലരായിരുന്നു ഭാവന, കാവ്യ, മാധവൻ തുടങ്ങിയവരൊക്കെ. സ്റ്റേജ് ഷോകളുമായി ബന്ധപ്പെട്ട് മൂവരും വിദേശത്ത് അടിച്ചു പൊളിച്ച ചിത്രങ്ങളൊക്കെ നവമാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. എന്നാൽ ഒരു സ്റ്റേജ് ഷോയ്ക്ക് വിദേശത്ത് പോയപ്പോഴാണ് ഈ സൗഹൃദവും ദിലീപിന്റെ ദാമ്പത്യവും താർന്നത് എന്നാണ് ഗോസിപ്പ് കോളങ്ങളിലെ വാർത്ത. ഈ സ്റ്റേജ് ഷോ കഴിഞ്ഞ് വരുമ്പോഴേക്കും കാവ്യയും റിമിയും ഭാവനയ്ക്ക് ശത്രുക്കളായി കഴിഞ്ഞിരുന്നു. അവിടെ സംഭവിച്ചത് എന്താണ് എന്നത് ഇപ്പോഴും ചുരുളഴിയാത്ത രഹസ്യമായി മാറി. ആദ്യമൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ഭാവന വീട്ടിൽ വരികയും ഭാവനയുടെ വീട്ടിലേക്ക് താൻ പോകുകയും ഒക്കെ ചെയ്യുന്ന ശീലമുണ്ടായിരുന്നു. പിന്നീട് അത് നഷ്ടപ്പെട്ടു. വലിയ ശത്രുക്കളൊന്നുമല്ല, കാണുമ്പോൾ ഒരു ഹായ് പറയുന്ന നിലയിലേക്ക് ഒതുങ്ങിപ്പോയി എന്ന് റിമി ടോമി പറയുന്നു. ഇപ്പോഴും എന്താണ് സൗഹൃദത്തിൽ സംഭവിച്ചത് എന്ന് പറയാൻ റിമി തയ്യാറായില്ല. എന്നാൽ കാവ്യ മാധവൻ ഇപ്പോഴും റിമി ടോമിയുടെ ഉറ്റ സുഹൃത്ത് തന്നെയാണ്. മീശ മാധവൻ എന്ന ചിത്രത്തിൽ പാടിക്കൊണ്ടാണ് റിമിയുടെ തുടക്കം. അന്ന് തുടങ്ങിയ സൗഹൃദമാണ് കാവ്യയും റിമിയും തമ്മിൽ. ഇത് ഇന്നും തുടരുന്നു. കാവ്യ, റിമി പോലുള്ള തന്റെ ജനറേഷൻ സുഹൃത്തുക്കളിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ ഭാവന മുതിർന്ന നായികമാരുമായി അടുപ്പത്തിലായി. മഞ്ജു വാര്യർ, സംയുക്ത വർമ്മ, ഗീതു, മോഹൻദാസ്, പൂർണിമ എന്നിവരുടെ സൗഹൃദ വലയത്തിലാണ് ഭാവന എത്തിപ്പെട്ടത്. എല്ലാം ഈ വിദേശ പരിപാടിക്ക് ശേഷമായിരുന്നു സംഭവിച്ചത്.